ദൈവം പ്രസൻറ്റ് ടെൻസിലാണോ അതോ പാസ്റ്റിലാണോ അതോ ഫ്യൂച്ചറിലാണോ? ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് ഈ പ്രസൻറ്റ് ടെൻസിലാണ്. ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയ ആചാര്യന്മാർക്ക്, പ്രവാചകന്മാർക്ക് അവർക്കൊരു കാലഘട്ടത്തിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. AI യുഗത്തിൽ ചിലപ്പോൾ പ്രവാചകനില്ലെന്ന് വരാം. പക്ഷേ ഈ AI യുഗത്തിലും മനുഷ്യൻ്റെ മൊത്തം ഇൻ്റലിജൻസിനെയും മനുഷ്യൻ്റെ മൊത്തം എക്സിസ്റ്റൻസിനെയും പ്രപഞ്ചത്തിൻ്റെ മൊത്തം എക്സിസ്റ്റൻസിനെയും ഒരു ശക്തിയായി കറൻറ്റ് മൊമെൻറ്റിലെ ലൈവായിട്ട് ദൈവമുണ്ട് എന്ന് വിചാരിക്കുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കും. ആ ഒരു ഫീലിംഗ് അനുഭവിക്കുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിലൂടെ പോയി ദൈവത്തിൽ ചെന്ന് എത്തുന്നൊരവസ്ഥ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കും. അതുപോലൊരു എക്സിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്ന പല എക്സ്ക്യൂസുകൾക്കും നമ്മൾ നമ്മുടെ ദൈവത്തിൽ നിന്ന് എടുത്ത പെർമിഷനായി കാണുന്നൊരവസ്ഥ ചിന്തിച്ച് നോക്കും. നമ്മളോട് മുമ്പിൽ വെക്കുന്ന ഓരോ റെസ്ട്രിക്ഷൻസിനും, നമ്മൾ നിയമസംഹിതകൾ വെക്കുന്ന വിലക്കുകൾക്കും എല്ലാം ഒരു റോളും ഇല്ലാതാവും. പക്ഷേ ഇവിടെ മനുഷ്യന്മാരെ മുന്നിൽ തർക്കങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ പേരിൽ തർക്കങ്ങൾ നടന്നത് എന്തുകൊണ്ടാണ്? പ്രസൻറ്റ് ടെൻസിലെ ദൈവത്തെ അനുഭവിക്കാത്തതുകൊണ്ടാണ്, അറിയാത്തത് കൊണ്ടാണ്. സാങ്കല്പിക ദൈവങ്ങളാണ്. ദൈവങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ഏതൊരു വേദഗ്രന്ഥമാണോ ഫോളോ ചെയ്യുന്നത്, ഏതൊരു ഗ്രന്ഥങ്ങളാണോ ഫോളോ ചെയ്യുന്നത്, ആ കാലഘട്ടത്തിലെ ആചാര്യന്മാർ എന്ത് പറഞ്ഞോ ആ കാലഘട്ടത്തിലേക്ക് ദൈവത്തെ ഒരു പാസ്റ്റ് എക്സിസ്റ്റൻസ് ആയിട്ട്, അല്ലെങ്കിൽ എന്നോ ഇവിടെ കഴിഞ്ഞു പോയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ദൈവവിശ്വാസികളെന്ന് പറയുന്ന മഹാഭൂരിഭാഗം ആൾക്കാർക്കും അതിൽ നിന്ന് ഒരു സ്വസ്ഥത കിട്ടാത്തത് മാത്രമല്ല, അനാവശ്യമായിട്ട് റെസ്ട്രിക്ഷൻസ്, ഒബ്സ്ട്രക്ഷൻസ്, അവിടെ ശിക്ഷകൾ ഇവിടെ ശിക്ഷകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ശാന്തവും സമാധാനവും സന്തോഷകരവുമായും മനസ്സുകൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞ ആചാര്യന്മാരുടെ പാഠങ്ങൾക്കും പഠനങ്ങൾക്കും അവരുടെ ക്ലാസ്സുകൾക്കും വിരുദ്ധമായി ഭയങ്കര റെസ്ട്രിക്റ്റഡായി ഏറ്റവും അസ്വസ്ഥമായ മനസ്സുമായി നിലകൊള്ളാൻ മതവിശ്വാസങ്ങൾ ഉപയോഗിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നൊരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ദൈവ സങ്കല്പങ്ങളും ഒക്കെ തിരിച്ചറിയുമ്പോഴും ഒരു ദൈവവിശ്വാസിക്ക് പ്രസൻറ്റ് ടെൻസിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കോശങ്ങളിലും നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഉൾക്കൊള്ളുന്ന സാന്നിധ്യത്തെ തിരിച്ചറിയാതെ പോകുന്നത്, പ്രപഞ്ചത്തിലും ഓരോ ചെറിയ ചെറിയ കണികയിൽ പോലും നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാനും അനുഭവിക്കാനും കഴിയാതെ പോകുമ്പോഴാണ് ഇത്തരം തർക്കങ്ങളുണ്ടാകുന്നത്. അങ്ങോട്ട് കൊടുക്കുക എന്തൊക്കെ റെസ്ട്രിക്ഷൻസാണെന്ന് ആലോചിച്ച് നോക്കുക. തികച്ചും അർത്ഥശൂന്യമായ റെസ്ട്രിക്ഷൻസ്. നമ്മുടെ കോശങ്ങൾക്ക് നമ്മൾ റെസ്ട്രിക്ഷൻ വിധിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിലെ എനർജിക്ക് നമ്മൾ റെസ്ട്രിക്ഷൻ വിധിക്കുന്നുണ്ടോ എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ ചിന്താധാരകളിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിൻ്റെ, ന്യൂറൽ നെറ്റ്വർക്ക്സിൻ്റെ, ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഇതിൽ നിന്ന് ഉത്ഭവിച്ചൊരു ഫോഗ് പോലെ മാത്രമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ഒരു സ്ട്രോക്ക് വന്നാൽ കഴിഞ്ഞ കഥ മനസ്സിലായി, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോ ജനറേറ്റീവ് ഡിസോർഡേഴ്സ് വന്ന് ഇതിൻ്റെ പവർ കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. അപ്പം ശരിക്കും നമ്മൾ ശരീരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫോഗ് മാത്രമാണ് നമ്മളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം. അങ്ങനെയാണ് നമ്മൾ ചിന്താധാരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് നമ്മൾ എന്ന് പറയുന്ന ഈ ഒരു ക്രിയേഷൻ്റെ 0.1% പോലും വരുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ഈ എക്സിസ്റ്റൻസ്, നമ്മൾ ഭൂമിയിൽ നമ്മളായി നിൽക്കുന്നു. നമ്മളുടെ കോശങ്ങളുടെ ഇപ്പോഴുള്ള യാത്രകൾ, നമ്മളുടെ ഏറ്റവും അടിസ്ഥാന എനർജി ലെവൽ, അടിസ്ഥാന കണികയുടെ എനർജി ലെവലിലുള്ള നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഒരു കെട്ടുറപ്പ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ചിന്താധാരകൾക്ക് എന്ത് പ്രസക്തിയാണ്? ഒരു വലിയ ഫാക്ടറിയിൽ നിന്ന് കുറച്ച് പോകുന്ന പുക പോലെ എന്തോന്നും, ഇല്ല വലിയൊരു വാഹനത്തിൽ നിന്ന് ഓടുമ്പോൾ ആ പുക പോലെ, ആ പുകയാണ് ആ വാഹനം എന്ന് പറയാൻ പറ്റും. മനുഷ്യൻ മുഴുവനും ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസത്തിൻ്റെ പാതയിലാണ്. ഓരോ കോശങ്ങളും ദൈവത്തിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും പാലിച്ചു കൊണ്ടുപോകുന്നു. ഓരോ ആറ്റംസും അതിൻ്റേതായ റോളിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ദൈവവിശ്വാസികളാണ്, ദൈവത്തിൽ സമർപ്പിക്കുന്നവരാണ്. മനുഷ്യൻ്റെ ചിന്തകൾ എന്ന് പറയുന്ന 0.1% പോലും വരാത്ത നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ മനോഭാവത്തിൻ്റെയും ഉണ്ടായി ഇതിൻ്റെ പേരിലാണ് മനുഷ്യനെ നമ്മൾ ഇവിടെ എന്താണ് അവൻ, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. എല്ലാ മനുഷ്യ ശരീരങ്ങളും, എല്ലാ മനുഷ്യ മനസ്സുകളും, എല്ലാ മനുഷ്യൻ്റെ കോശങ്ങളും, എല്ലാ മനുഷ്യൻ്റെ ന്യൂറോൺസും നെഫ്രോൺസും ഹെപ്പാറ്റോസൈറ്റ്സും ഹൃദയവും കരളും വൃക്കയും എല്ലാം ഒരേ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ അവർക്ക് ഈശ്വരൻ്റെ സമർപ്പണത്തിൻ്റെ പാതയിലാണ്. ഈ ചിന്തകൾക്ക് മാത്രമാണ് മനുഷ്യൻ്റെ തിരിച്ചറിവ്, ബുദ്ധി, വിവേകം ഇതിനനുസരിച്ച് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയില്ല. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥരാവരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഈ വിഷയത്തിൽ കുറേ കാര്യങ്ങളും ഡയലോഗുകളൊക്കെ ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നത് കൊണ്ട്
കുറച്ച് പറയണമെന്ന് തോന്നി. നമുക്ക് നമ്മളുടെ ഫിലോസഫി നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണല്ലോ. ഇതിലേക്ക് നമ്മൾ ആൾക്കാരെ ക്ഷണിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പ്രസൻറ്റേഷൻ പറയുന്നു. പലപ്പോഴും ആൾക്കാർക്ക് ഈ ദൈവത്തിൻ്റെ കാര്യത്തിലൊക്കെ തർക്കിക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾ തർക്കിക്കുന്നത് പാസ്റ്റിലെ ദൈവത്തിന് വേണ്ടിയാണോ ഫ്യൂച്ചറിലെ ദൈവത്തിന് വേണ്ടിയാണോ അതോ പ്രസൻറ്റിലെ ദൈവത്തിന് വേണ്ടി? പ്രസൻറ്റിലെ ദൈവത്തിലാണെങ്കിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ല. അത് അനുഭവമാണ്, അത് എക്സ്പീരിയൻസാണ്. അത് നമ്മൾ തർക്കിക്കേണ്ട ഒരു കാര്യമില്ല. ചിലരൊക്കെ പറയും, ഇവിടെ മതങ്ങളില്ലാതാവുന്നു, ദൈവത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നു, ആചാര്യന്മാരെക്കുറിച്ച് തെറി പറയും. തെറി പറഞ്ഞോട്ടെ, എന്താ പ്രശ്നം? അതിലില്ലാതാവുന്നതാണോ ഒരു വിശ്വാസവും സംഹിതകളുമൊക്കെ? നത്തിങ്. അതൊക്കെ മനുഷ്യൻ്റെ 0.1% പോലും അവൻ്റെ ജീവൻ്റെ ഭാഗത്തിൻ്റെ ഒരു അംശം പോലും ആവാത്ത അവരുടെ ചിന്തകളിൽ നിന്നും അവരുടെ ആറ്റിറ്റ്യൂഡ്സിൽ നിന്നും അവരുടെ കാഴ്ചപ്പാടിൽ നിന്നും അവർക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനുള്ള പല കാര്യങ്ങളും അനുഭവിക്കുന്നതാണ് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, പേഷ്യൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ തൽക്കാലം അവിടെ അവസാനിപ്പിക്കാം. ബൈ.